വേണ്ടിയിട്ടുള്ളൊരു തീരുമാനമെടുത്തു. കാരണം വിവിധ വകുപ്പുകളുടെ തമ്മിലുള്ള ഏകോപനം, ഫയലുകളുടെ പൊസിഷൻ, ഇതെല്ലാം വലിയ അനിശ്ചിതത്വത്തിൽ കിടക്കുകയും ഫയലുകളുടെ മൂവ്മെൻറ്റ്സ് വളരെ സ്ലോയിലായും ചെയ്യുന്നതുകൊണ്ട് പല തീരുമാനങ്ങളും പലപ്പോഴും എടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ മുൻകൂട്ടി വാഗ്ദാനം ചെയ്തിരുന്നത് പോലെയുള്ളൊരു ഡാറ്റ ഡ്രിവൺ ഗവേണൻസിലേക്ക് ഗവൺമെൻറ് ചലിക്കുകയാണ്. വളരെ വേഗത്തിൽ എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഓരോ വകുപ്പുകളിലും നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി അറിയാനുള്ള സംവിധാനം, അതാത് വകുപ്പുകളിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലുമെല്ലാം ഓരോ ഫയലുകളുടെയും പൊസിഷൻ അറിയാവുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പുതിയ സംവിധാനമാണ്, ഏകോപനമാണ് വിവിധ വർക്ക്. പ്രോജക്റ്റിൻ്റെ കാര്യത്തിലും ഈ ഏകോപനം ഉണ്ടാകും, പ്രോജക്റ്റ് മാപ്പിംഗ് ഉണ്ടാകും. എവിടെയെല്ലാം ഏതെല്ലാം വകുപ്പുകളുടെ കീഴിൽ സംസ്ഥാനത്തുടനീളം നടക്കുന്ന പ്രോജക്റ്റുകളുടെ മാപ്പിംഗ്, എന്തായിരിക്കും പൊസിഷൻ എന്ന് കൃത്യമായി അറിയാനുള്ള ഒരു സംവിധാനം കൂടി ഏർപ്പെടുത്തും. ഞങ്ങളുടെ പ്രാഥമികമായ പരിശോധനയിൽ കോടിക്കണക്കിന് രൂപയാണ് പ്രോജക്റ്റ് നടപ്പാക്കുന്നതിലെ കാലതാമസം മൂലം സംസ്ഥാന ഖജനാവിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 100 കോടി രൂപയുടെ പദ്ധതി 2 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കേണ്ടത് 10 കൊല്ലം കഴിഞ്ഞാലും പൂർത്തിയാകുന്നില്ല. 100 കോടിയുടെ സ്ഥാനത്ത് 1000 കോടി രൂപയാവുകയാണ് 10 കൊല്ലം കഴിയുമ്പോൾ. റേറ്റിൻ്റെ വർധനവ്, കോൺട്രാക്ടറുടെ പ്രശ്നങ്ങൾ. അപ്പോൾ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ കേരളത്തിൽ ഈ ഖജനാവിൽ നിന്നുള്ള ചോർച്ചയ്ക്കുള്ളൊരു പ്രധാനപ്പെട്ട കാരണമാണ്. അപ്പോൾ കൃത്യമായി പ്രോജക്റ്റ് മാപ്പിംഗ് നടത്തി ഒരു പ്രോജക്റ്റ് പ്രോട്ടോക്കോൾ ഉണ്ടാക്കി ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കി കൃത്യസമയത്ത് ഈ പദ്ധതികൾ തീർക്കാനുള്ള നടപടികൾക്കാണ് ഇതുവഴി നമ്മൾ തുടക്കം കുറിക്കുന്നത്. രണ്ടാമത് 2027 പത്മ പുരസ്കാരങ്ങൾക്കായി സംസ്ഥാന സർക്കാരിൻ്റെ നാമനിർദ്ദേശം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. സാധാരണ പേരുകൾ പുറത്ത് പറയാറില്ല, ഞാനും പറയുന്നില്ല. അത് പറഞ്ഞ് അവർക്ക് കിട്ടുകയും ഒക്കെ ചെയ്യുമ്പോഴല്ല സാധാരണ അത് പറയാറില്ല. പക്ഷെ നമ്മൾ തീരുമാനമെടുത്തു പത്മ അവാർഡിന് ആളുകളെ ശുപാർശ ചെയ്യുന്നതിന് വേണ്ടി വിവിധ രംഗങ്ങളിൽ നിന്നുള്ള. പോലീസ് വാഹനമിടിച്ച് മരണമടഞ്ഞ സ്കൂൾ വിദ്യാർത്ഥിയായ ജിനിരാജിൻ്റെ കുടുംബത്തിന് ധനസഹായം അനുവദിക്കുന്നതിന് വേണ്ടി കൂടി സർക്കാർ തീരുമാനം എടുത്തിട്ടുണ്ട്. ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. മറ്റൊന്ന്, ഹൈസ്പീഡ് റെയിലുമായി ബന്ധപ്പെട്ട് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട്, ഇടക്കാല റിപ്പോർട്ട് ഞങ്ങൾക്ക് സമർപ്പിച്ചിരുന്നു. അത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നു. അതൊരു ധനകാര്യ വിദഗ്ധൻ, റെയിൽവേ വിദഗ്ധൻ, പാരിസ്ഥിതികമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾ, അങ്ങനെ 3 പേരാണ്. അത് ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും എൻ്റെ ഓഫീസിലെ OSD ഉൾപ്പെടെയുള്ളൊരു ടീമാണ് അത് ചെയ്തത്. അവരത് പരിശോധിച്ച് ഉള്ള റിപ്പോർട്ട് ഇന്ന് സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ ഇതൊരു പൂർണ്ണമായ റിപ്പോർട്ടല്ല എന്നൊരു വിലയിരുത്തലിലാണ് അവർ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒന്ന്, കേരളത്തിൻ്റെ പരിമിതമായ സാമ്പത്തിക വിഭവശേഷി കാരണവും കൃത്യമായ സ്കോപ്പ്, സാധ്യതകൾ, യാത്രക്കാരുടെ എണ്ണം എന്നിവ തിട്ടപ്പെടുത്തുന്നതിനും യാതൊരു തരത്തിലുള്ള പാരിസ്ഥിതിക സാമൂഹ്യ പഠനവും നടത്താത്തതിനാലും ഈ രൂപത്തിൽ പദ്ധതി ഏറ്റെടുക്കാൻ സാധിക്കില്ല. എന്നാൽ ചില തുടർ നടപടികൾ കമ്മിറ്റി ശുപാർശ ചെയ്യുന്നുണ്ട്. അതായത് ആദ്യഘട്ടത്തിലെ സ്ഥല പരിശോധനകൾ, ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിച്ച വിജ്ഞാപനങ്ങൾ അല്ലെങ്കിൽ ഭൂതല നിർമ്മാണവുമായി ബന്ധപ്പെട്ട യാതൊരു പ്രാരംഭ നടപടികളും ഇപ്പോൾ ആരംഭിക്കരുത് എന്നാണ് കമ്മിറ്റി ശുപാർശ ചെയ്തിരിക്കുന്നത്. കാരണം ഇതിൻ്റെ ഒരു കൃത്യമായ ഒരു എക്കണോമിക് മോഡൽ, ഇതിൽ എത്ര യാത്രക്കാർ യാത്ര ചെയ്യാനുള്ള സാധ്യതയുണ്ട്, പിന്നെ പാരിസ്ഥിതിക പഠനം, ഇതൊന്നും നടത്താതെ, അതാണ് നമുക്ക് കേരളയിൽ പറ്റിയ ഒരു അപകടം ഇതിൻ്റെ അകത്ത് ആവർത്തിക്കരുത് എന്നാണ് ശുപാർശ. കേരളയിൽ പറ്റിയത് ഈ പാരിസ്ഥിതിക പഠനവും മറ്റു കാര്യങ്ങളും നടത്തുന്നതിന് മുമ്പ് തന്നെ ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോയി. അപ്പോൾ അത് ചെയ്യാനുള്ള ഒരു കാരണവശാലും ചെയ്യരുത്. ഒരു പ്രിന്റ് മുതൽ വലിയ പ്രൊജക്ടുകൾ വരെ നിങ്ങളുടെ വിശ്വസ്ത പങ്കാളി സീനായ് ഇന്നോവേഷൻസ് ചെറുപുഴ. ഡിജിറ്റൽ പ്രിന്റിംഗ്, ഡിസൈനിങ്, ലാമിനേഷൻ, ഫോട്ടോ കോപ്പി, മെമന്റോ മേക്കിംഗ് തുടങ്ങിയ വിവിധ പ്രിന്റിംഗ് സേവനങ്ങൾക്കായി സീനായ് ഇന്നോവേഷൻസ് നിങ്ങളുടെ വിജയത്തിന്റെ പ്രിന്റിംഗ് പാർട്ണർ.